മോദിജി പറഞ്ഞു പോകാനല്ലോ, ക്ഷമയാണ് ഇതിൻ്റെ ഒരു ഇതെന്നുള്ളത് മോദിജി പറയുകയും ചെയ്തു. കാര്യം അത് അല്ലാതെ ഇത് നടക്കില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഡിപ്ലോമസിയാണ്, അല്ലാതെ ഇതൊരു ഡിപ്ലോമസിയാണെന്ന് മാത്രവുമല്ല, ട്രംപ് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെല്ലാം 0% ആവുന്നു. മോദിജി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പീയൂഷ് ഗോയൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, ആരും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്തും എന്ന് മോദിജി സമ്മതിച്ചു എന്നാണ്, ഹി അഗ്രീസ് എന്ന വാക്കാണ് ട്രംപ് യൂസ് ചെയ്തത്. പക്ഷേ മോദിജി അതിനെപ്പറ്റി തിരിച്ച് ട്രംപിന്റെ പോസ്റ്റിനൊരു മറുപടി ആയിട്ടൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതല്ല, അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ ഒന്നും മോദിജി സമ്മതിച്ചിട്ടൊന്നുമില്ല. ഏറ്റവും അവസാനം ലോക സമാധാനത്തെ പറ്റി സംസാരിച്ച് അങ്ങ് പോവായത് നൈസായിട്ട് വരാല് വഴുതുന്ന പോലെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങ് വഴുതി അങ്ങ് പോവല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വർത്താനം പറഞ്ഞ് ആരെയും വെറുപ്പിക്കാനോ എന്താ പറഞ്ഞാൽ അലമ്പുണ്ടാക്കാനായിട്ടോ ഒന്നും പോയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ 50 രൂപയ്ക്ക് റഷ്യ തരികയാണെങ്കിൽ 40 രൂപയ്ക്ക് അമേരിക്ക തരികയാണെങ്കിൽ 40 രൂപയുടെ എണ്ണ നമ്മൾ വാങ്ങും. അത്രയും അമേരിക്കയുടെ എണ്ണ അല്ല, വെനസ്വേലയുടെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇപ്പൊ ഇന്നലെയാണല്ലോ ഈ ട്രേഡ് ഡീലിനെ പറ്റി ട്രംപ് പറയുന്നത്, വെനസ്വേലയുടെ എണ്ണയുടെ കാര്യം പറയുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ ഏതൊരു പന്ത്രണ്ട് പേര് ഞാൻ പറഞ്ഞു, BPCL ആണെന്ന് തോന്നുന്നു, വെനസ്വേലൻ എണ്ണ ഏതാണ്ട് $12 ഡിസ്കൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് BPCL, അഥവാ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഏതൊരു പത്രത്തിലാണ്, ഞാൻ പത്രം ഓർക്കുന്നില്ല. സംസാരങ്ങൾ അത് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ ട്രംപിന് വന്ന ബോധോദയമൊന്നുമില്ല. സംസാരം ഇവിടെ ബാക്ക് സൈഡിൽ ചാനലിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് വെൽ നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള മാസങ്ങൾ എടുത്ത് നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡീലാണ്. അതിന്റെ അകത്ത് ട്രംപ് കുറെ സാധനങ്ങൾ അവസാന നിമിഷം കുറെ കുത്തിത്തിരിങ്ങാനും ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അതിനെയൊക്കെ വലിയ നൈസായിട്ട് ഒഴിവാക്കി വിടുന്ന ഒരു പരിപാടിയാണ് ഈ മൗനം, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൗനം, അർത്ഥഗർഭമായ മൗനം എന്നൊക്കെ പറയുന്നത്.